കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സേമിയ പായസമായിട്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നോർമൽ രീതിയിൽ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിൻ്റെ കളറും പിന്നെ അതിൻ്റെ ഫ്ലേവറും ചെറിയ രീതിയിലൊരു മാറ്റം വരുത്തുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാൻ ഈ ഒരു പാക്കറ്റ് സേമിയിൽ നിന്നും 1/4 ഭാഗമായിട്ട് എടുക്കുന്നത്. മുഴുവൻ വേണ്ട, നമ്മൾ ഒരു പാക്കറ്റ് പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലിലേക്ക് ഇതുപോലത്തുള്ള ഒരു പാക്കറ്റ് സേമിയിൽ നിന്നും 1/4 ഭാഗം ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു പാക്കറ്റ് പാലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ്, അതുകൊണ്ട് തന്നെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തതാണെങ്കിൽ പിന്നെ നമ്മളത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിലാണ് കേട്ടോ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നെയ്യ് ചേർത്ത് ഇനിയിപ്പോൾ അത് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കളറൊന്നും മാറരുത് കേട്ടോ, ചെറിയ രീതിയിലൊന്നും ഫ്രൈ ചെയ്ത് കളർ മാറിയാൽ നമ്മുടെ സേമിയയുടെ കളറുമൊക്കെ മാറിപ്പോകും. അപ്പോൾ ചെറുതായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സേമിയയ്ക്ക് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്, നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇതുപോലെ മതി കേട്ടോ, ഒത്തിരി കളർ മാറണ്ട. ഇനിയിപ്പോൾ ഞാനിതൊരു പാത്രത്തിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പാല് തിളപ്പിക്കാം. പാല് ഞാൻ ഒരു പാക്കറ്റ് പാലിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായ മധുരം നമ്മൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എനിക്ക് ആവശ്യമായ മധുരം ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പാലിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച സേമിയയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സേമിയ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊന്നത് വേവിച്ചെടുത്തിട്ട് വരാവേ. ഇനിയിപ്പോൾ കളറിന് ഫ്ലേവറിനായിട്ട് ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ടായിട്ട് ചേർക്കുന്നു. ഒരു ചെറിയ സൈസ് ഡ്രാഗനായിട്ട് എടുക്കുന്നത്. ഒരുപാട് കളർ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എടുത്ത്. ഇനിയിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാലിൽ കിടന്ന് സേമിയയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ചേർക്കുമ്പോൾ പകുതി നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കി ചേർക്കാം, പകുതി ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും. ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്തന്നേ ഉള്ളേ. ഒരു 2-3 മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിന് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമേ. അങ്ങനെ നമ്മുടെ സേമിയയും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് പാലൊക്കെ തിളച്ച് ചെറിയ രീതിയിലൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യാനാണ് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു ടേസ്റ്റിൽ നിന്നും ഒന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിക്കാമെന്നേ ഉള്ളൂ കേട്ടോ. കാണാനും ഭംഗിയാണ്, കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ പുതിയ പുതിയ റെസിപ്പീസിനായി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫോളോയും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.